ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അഖിലും ശ്യാമയും ഡോക്ടറോട് അപ്പുവിനെ ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നതിന് അനുവാദം വാങ്ങിക്കണം. അവസാനം ശ്യാമയുടെ അപേക്ഷ ഡോക്ടർ സ്വീകരിച്ചു. അപ്പുവിനെ കൊണ്ടുപോകുന്നതിൽ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കറിയാം ഡോക്ടർ എന്ന് ശ്യാമയും അഖിലും അറിയിച്ചു. എന്നാൽ ഇവിടെ നിന്ന് ആംബുലൻസും നഴ്സിനെയും അലോ ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ശ്യാമ തന്റെ അപ്പുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ നിന്നും ഉടനെ ശ്യാമയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അഖിൽ ശ്യാമയെ സമാധാനിപ്പിച്ചു. പേടിക്കേണ്ടടോ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അപ്പുവിന്റെ അരികിലേക്ക് അഖിലും ശ്യാമയും എത്തുന്നു. അപ്പുവിനെ സമാധാനിപ്പിച്ച് വാസുദേവനും ദേവകിയും അരികിലിരിക്കുമ്പോ അവിടേക്ക് എത്തിയ അഖിലിനോടും ശ്യാമയോടും അപ്പു ചോദിച്ചു, എന്തായി, ഡോക്ടർ സമ്മതിച്ചോ ശ്യാമേച്ചി? അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, സമ്മതിച്ചു അപ്പു, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞതും അപ്പു പറഞ്ഞു, എനിക്കറിയാം അഖിലേട്ടാ, പക്ഷേ എനിക്ക് നിങ്ങളോടെല്ലാം അവിടെ ഒപ്പം ഒന്ന് പോണെന്ന് വലിയ ആഗ്രഹമായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ശ്യാമേച്ചി, എന്റെ കൂടെ ആതിരയും ശ്രീകുട്ടിയും വേണം, അക്കാര്യം മറക്കരുത് എന്ന് പറഞ്ഞതും ശ്യാമ ചോദിച്ചു, അല്ല ശ്രീകുട്ടി അത് വേണോ മോളെ? വസന്തരാമ സമ്മതിച്ചെന്ന് വരില്ല മോനെ എന്ന് പറഞ്ഞതും ഉടനെ അഖില് പറഞ്ഞു, അതെ മോനെ, ഇപ്പോ ശ്രീകുട്ടി എന്റെ വീട്ടിലല്ലേ, ആനന്ദദിനത്തിന് ശ്രീകുട്ടിയെ കൂട്ടിക്കൊണ്ടു വരിക എന്ന് പറഞ്ഞാൽ അത് അവർ സമ്മതിക്കുന്ന തോന്നുന്നില്ല, അമ്മയുടെ കാര്യല്ലേ എന്ന് അഖിൽ പറയുമ്പോ ഉടനെ അപ്പു പറഞ്ഞു, അതെ, ശ്യാമേച്ചി വിചാരിച്ചാൽ നടക്കും, ശ്യാമേച്ചി പറഞ്ഞാൽ മതി, എനിക്ക് ഓപ്പറേഷൻ ആണെന്നും അതുകൊണ്ട് എന്റെ ആഗ്രഹം ഇതെന്നും, അതുകൊണ്ട് എന്റെ ശ്യാമേച്ചി ചോദിച്ച വസന്തരാമ വിടും. എന്ത് ശ്യാമേച്ചി, ചോദിക്കുവോ എന്ന് ചോദിച്ച് അപ്പു വീണ്ടും ശ്യാമയോട് ചോദിച്ചപ്പോ അവസാനം അപ്പുവിന്റെ ആഗ്രഹമല്ലേ എന്ന് കരുതി ശ്യാമ പറഞ്ഞു, ശരി മോനെ, ചേച്ചി ശ്രീകുട്ടിയെ കൂട്ടിക്കൊണ്ടു വരാം എന്ന് ശ്യാമ വാക്ക് നൽകി. അപ്പു അത് കേട്ട് വലിയ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കണ്ട് ശ്യാമ പെട്ടെന്ന് ആലോചിച്ചു, അപ്പുവിന്റെ ആഗ്രഹമായതുകൊണ്ട് ഒരു ആവേശത്തിന് സമ്മതിച്ചതാണ്, ഇനിയിപ്പോ വസന്തരാമ ഞാൻ ഇക്കാര്യം ആവശ്യപ്പെട്ടാൽ അത് സമ്മതിച്ചു തരുമോ, എന്തായിരിക്കും അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന പ്രതികരണം എന്നെല്ലാം ആലോചിച്ച് ശ്യാമ ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ വിസ്മയ വീട്ടിലെത്തിയതിനു ശേഷവും GK സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിസ്മയുടെ മനസ്സിനെ അലട്ടുന്നു. ആ ഫ്ലോറിൽ വെച്ച് താൻ അപമാനിതയായതിനെ കുറിച്ചും തന്റെ കള്ളത്തരങ്ങൾ ലോകം മുഴുവൻ GK സാറ് തുറന്നു കാട്ടിയതിനെ കുറിച്ചുമെല്ലാം ഓർത്ത് വിഷമിക്കുകയും ഒപ്പം ശ്യാമ ആ അവാർഡ് ഏറ്റുവാങ്ങിയ ആ നിമിഷത്തെക്കുറിച്ചുമെല്ലാം ഓർത്ത് വിസ്മയ സങ്കടപ്പെട്ടു. അപ്പോഴേക്കും വിസ്മയ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ അരുന്ധതി പറഞ്ഞു, മോളെ, ഇന്ന് സംഭവിച്ചതൊക്കെ സംഭവിച്ചു, നമുക്ക് ഇത്തരം ഒരു നാണക്കേട് വേറെ ഇനി അനുഭവിക്കാനുമില്ല. എന്തായാലും ലോകം മുഴുവൻ സത്യം അറിഞ്ഞു. ആ സമയത്ത് ആ GK സാറ് ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതിയോ? ആ GK ഒറ്റ ഒരാളല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ. ആ GK മനഃപൂർവ്വം നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതരാക്കുന്നതിന് വേണ്ടിയാണ് അയാൾ ഇതെല്ലാം ചെയ്തത്. എന്തായാലും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, മറ്റൊന്നും ആലോചിക്കണ്ട. അപ്പൊ തന്നെ അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് നമ്മളുടെ ഭാഗ്യം. ഇനി പുറത്തിറങ്ങാൻ കൂടി കഴിയുമെന്ന് തോന്നുന്നില്ല. നാട്ടുകാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പോലും പറയാനാവില്ല. അതുകൊണ്ടാണ് മോൾ ഈ പെരയ്ക്കകത്ത് തന്നെ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. പക്ഷെ എന്തായാലും മോളെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി നമ്മൾ എല്ലാം നേരിടുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ന് ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഈ ലോകത്ത് നിന്ന് ഓടിപ്പോകാനൊന്നും കഴിയില്ലല്ലോ എന്നൊക്കെ പറയുകയും, അത് മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ മോളെ ആ GK മാറ്റിയിട്ട് മോളെ അവിടെ ജഡ്ജായിട്ട് മാറ്റിയത് ആ വസുന്ധരയുടെ ഒറ്റ ഒരാളുടെ കഴിവ് കൊണ്ടാണ്, അവരുടെ പിടിപാട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനിയിപ്പോ അവരോട് നമ്മൾ എന്തു പറയും, അതാണ് എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞതും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് അപ്പുറത്തു നിന്ന് വസുന്ധരയുടെ ശബ്ദം കേട്ടു. ഞെട്ടിത്തെറിച്ച് അരുന്ധതിയും വിസ്മയും നോക്കുമ്പോ അവരുടെ മുന്നിൽ കലി തുള്ളിക്കൊണ്ട് നിൽക്കുകയാണ് വസുന്ധര. അരികിലേക്ക് വസുന്ധര എത്തിയിട്ട് പറഞ്ഞു, ഇവളെ ഒറ്റയൊരുത്തിയെ വിശ്വസിച്ചിട്ടല്ലേ ഇവളെ ആ കോമ്പറ്റീഷന്റെ ജഡ്ജാക്കി ഞാൻ എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് ഇവളെ ഞാൻ അവിടെ ഇരുത്തിയത്. എന്നിട്ട് ഇവളെന്താ ചെയ്തു വെച്ചത്? ഇതുപോലൊരു വഞ്ചന ഇവൾ എന്നോട് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞ് വസുന്ധര അരുന്ധതിയോടും വിസ്മയോടും ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഒന്നും പറയാനാകാതെ വിസ്മയ അങ്ങനെ ഇരിക്കുന്നത് കണ്ടതും വസുന്ധരയോട് അരുന്ധതി പറഞ്ഞു, അരുന്ധതി തൽക്കാലം വസുന്ധര ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ തെറ്റെന്താണെന്ന് വസുന്ധരയ്ക്ക് അറിയാമല്ലോ. മാത്രമല്ല ഇപ്പോ ഞങ്ങൾ ആകെ തകർന്നിരിക്കുകയാണ്, വെറുതെ ഞങ്ങളെ ഇനി കുത്തി നോവിക്കരുത് എന്ന് പറഞ്ഞതും വസുന്ധര ചോദിച്ചു, അത് ശരി, നിങ്ങള് ഇവിടെ വെച്ച് കാണിച്ചു കൂട്ടിയതൊക്കെ ഇന്നലെ ഞാൻ കണ്ടു, അത് മാത്രമാണോ? നിങ്ങൾ വീട്ടിൽ വന്നപ്പോ എന്റെ വീട്ടിൽ അന്ന് ആ ഫംഗ്ഷന് നിങ്ങൾ കാണിച്ച നാടകമോ അതെന്തായിരുന്നു? അന്ന് ശ്യാമയുടെ അമ്മ ദേവകിയെ ഭീഷണിപ്പെടുത്തി അവരെ
സ്വർണം മോഷ്ടിച്ചൊക്കെ എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി അവരെ ലോക്കപ്പിൽ കയറ്റുകയും അതിന്റെ ഭീഷണിയിന്മേൽ ശ്യാമയെ കൊണ്ട് നിങ്ങൾ നിർബന്ധപൂർവ്വം പാട്ട് പാടിപ്പിച്ചു. അതിനുശേഷമോ സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞപ്പോൾ പുറത്തായ സമയത്ത് വീണ്ടും നിങ്ങൾ അവിടെ വന്ന് വീണ്ടും ഒരു നാടകം കളിച്ചില്ലേ? തെറ്റും കുറ്റവുമെല്ലാം ശ്യാമയുടെ നേർക്കാക്കി നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? അതൊക്കെയോ അത് ആരോട് പറയാൻ കഴിയും? നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ നിങ്ങൾ ന്യായീകരിക്കാൻ നോക്കുകയാണോ എന്നെല്ലാം വസുന്ധര അരുന്ധതിയോട് ചോദിച്ചതും അരുന്ധതി പറഞ്ഞു, എല്ലാം ശരി തന്നെയാണ് വസുന്ധര, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റി. വസുന്ധര തൽക്കാലം ഞങ്ങളെ വെറുതെ വിടണം, ഇക്കാര്യത്തിൽ ഞങ്ങളെ ഇനി നിങ്ങൾ കുത്തി നോവിക്കരുത് എന്ന് പറഞ്ഞതും വസുന്ധര പറഞ്ഞു, നിങ്ങളുടെ മകൾ കാണിച്ച ആ തെറ്റ് ഇവള് ശ്യാമയ്ക്ക് കണ്ടില്ലേ 10 മാർക്ക് ഇട്ട് കൊടുത്തത്. ആ സമയത്ത് ഇവൾ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ അവൾ ഇപ്പോൾ ജയിച്ചത്. അവൾക്ക് ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. ഇനി എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുവോ? എന്റെ അഖിലിനെ ഇനി എനിക്ക് തിരിച്ചു കിട്ടുവോ? അവനെ എന്നേക്കുമായി എനിക്ക് നഷ്ടമായില്ലേ? ഇനി അവളുടെ ഒരു അടിമയെ പോലെ എന്റെ മോനെ ഇനി ജീവിക്കേണ്ടി വരില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് വസുന്ധര വിസ്മയുടെയും അരുന്ധതിയുടെയും നേരെ പാഞ്ഞെടുത്തു. അപ്പോഴേക്കും വിസ്മയ മറുപടി ഒന്നും പറയാതിരിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ വിസ്മയുടെ അരികിലേക്ക് വസുന്ധര ഓടിയെത്തുകയും വസുന്ധര പറഞ്ഞു, ഇവൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ഇവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് വസുന്ധര വിസ്മയുടെ അരികിലേക്ക് കൈയും പിടിച്ചുകൊണ്ട് വരുന്നപ്പോ അരുന്ധതി വേഗം വസുന്ധരയെ പിടിച്ചു നിർത്തുന്നു. വസുന്ധര, ക്ഷമിക്ക്, എന്റെ മോൾക്ക് അപ്പോ അങ്ങനെ ഒരബദ്ധം പറ്റി, അതിന് ഞങ്ങളോട് ക്ഷമിക്കണം വസുന്ധര എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വസുന്ധരയോട് അരുന്ധതി മാപ്പ് പറയുകയും വസുന്ധരയെ സമാധാനപ്പെടുത്തി പറഞ്ഞയക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴേക്കും വസുന്ധര പറഞ്ഞു, രണ്ടെണ്ണത്തിനെയും ഇല്ലാതാക്കുക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് വേഗം അരുന്ധതി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ് വസുന്ധര, ഇങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനും പകരം ഞങ്ങളെ കൊന്നുകളയുന്ന ഭേദമെന്നല്ലേ പറഞ്ഞത്, അതങ്ങ് ചെയ്തേക്ക്, ഇതൊന്നും ഈ അപമാനമൊന്നും ഞങ്ങൾക്ക് സഹിക്കണ്ടല്ലോ എന്ന് പറഞ്ഞതും അരുന്ധതിയോട് വസുന്ധര പറഞ്ഞു, അല്ല ഞാൻ എന്തിനാ ആ കർമ്മം ചെയ്യുന്നത്, നിങ്ങള് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിയാൽ മതി, വലിയ പാട്ടുകാരാണെന്ന് പറഞ്ഞ് ഇവിടെ കബളിപ്പിക്കപ്പെട്ട ആളുകൾ പലരും ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടി ആ കർമ്മം അങ്ങ് ചെയ്തോളും, വെറുതെ നിങ്ങളെ രണ്ടെണ്ണത്തിനെ കൊന്നിട്ട് ഞാൻ എന്തിനു വെറുതെ ജയിലിൽ പോയി കിടക്കണം എന്ന് പറഞ്ഞ് വസുന്ധര ദേഷ്യപ്പെട്ട് അരുന്ധതിയെയും മകളെയും ഒന്ന് നോക്കിയതിനു ശേഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. വിസ്മയ ആകെ തകർന്ന് പൊട്ടിക്കരയുന്നത് കണ്ട് അരുന്ധതിയും അപ്പുറത്ത് മാറി നിന്ന് സങ്കടപ്പെട്ടു. ഈ സമയത്ത് അവിടെ ഓഫീസിലേക്ക് എത്തിയ അമൃത അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന അശ്വതിയെ കണ്ടതും പർദ്ദയിട്ട് നിൽക്കുന്ന അശ്വതിയെ കണ്ട ഉടനെ തന്നെ അമൃതയ്ക്ക് ആകെ സംശയമായി. എന്തായാലും ഇത് അശ്വതി തന്നെയാണെന്നുള്ള കാര്യം ഇന്ന് ഞാൻ തെളിയിച്ചിട്ടേ ഇവിടെ നിന്ന് പോകൂ എന്ന് അമൃത മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ അമൃത പിന്നിൽ വന്നത് വേഗം ജോലി ചെയ്യുന്നതിനിടയിൽ തന്റെ പിന്നിൽ നിൽക്കുന്ന അമൃതയെ കണ്ടതും അശ്വതി ഞെട്ടി. ഉടനെ തന്നെ അമൃത ചോദിച്ചു, അല്ല എന്നെ ഓർമ്മയുണ്ടോ, എന്നെ അറിയാമോ എന്ന് ചോദിച്ചതും ഉടനെ അശ്വതി പറഞ്ഞു, ആ അറിയാം, ആദി സാറിന്റെ വൈഫല്ലേ അമൃത മാഡം എന്ന് പറഞ്ഞതും അമൃത ചോദിച്ചു, ശരി, അല്ല എന്നെ ഇവിടെ വെച്ചല്ല അല്ലാതെ മുമ്പ് പരിചയമില്ലേ, ആ റിയാലിറ്റി ഷോയിൽ വന്നിട്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചതും ഉടനെ അശ്വതി പറഞ്ഞു, ആ ഞാൻ വന്നിരുന്നു, അവിടെ വെച്ച് ഞാൻ കണ്ടായിരുന്നല്ലോ, അല്ല അപ്പൊ ശ്രീകുട്ടിയെ എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചതും അത് കൊച്ചുകുട്ടിയല്ലേ, മോളെ കണ്ടപ്പോ എനിക്ക് ആ മോളോടൊരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് സംസാരിച്ചതാ എന്ന് പറഞ്ഞതും അമൃത പറഞ്ഞു, പക്ഷെ നിങ്ങൾ തമ്മിലുള്ള സംസാരം കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നിയത്, നിങ്ങൾ രണ്ടുപേരും വളരെ അടുത്ത് പരിചയമുള്ളവരാണെന്നും വളരെയേറെ അടുപ്പമുള്ളവരാണെന്നുമാണല്ലോ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ അശ്വതി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മേഡം, എനിക്ക് മോളെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നി, അതുകൊണ്ട് കുറച്ചു നേരം സംസാരിച്ചെന്നേ ഉള്ളൂ എന്ന് അറിയിച്ചു. ഉടനെ അമൃത പറഞ്ഞു, അതിന് ശ്രീകുട്ടി മോള് എന്റെ ഒപ്പമല്ലേ വന്നത്, എന്നിട്ടും എനിക്ക് ഇക്കാര്യം ചോദിച്ചറിയുന്നതിൽ മോളോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് മറുപടി കിട്ടും, പിന്നെ മോളല്ലേ ഒരു കൊച്ചുകുട്ടിയല്ലേ, അവളെ വെറുതെ വേദനിപ്പിക്കണ്ടല്ലോ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് മാത്രം കരുതിയിട്ടാണ്. നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചതും പെട്ടെന്ന് ജാസ്മിൻ എന്നിങ്ങനെ അശ്വതി മറുപടി നൽകിയതും ആകെ തപ്പല് പിടിച്ച് അശ്വതി പേര് പറയുന്നത് കേട്ട് വേഗം അമൃതയ്ക്ക് സംശയം ഇരട്ടിയായി. അമൃത ചോദിച്ചു, സ്വന്തം പേര് പോലും പറയാൻ ഇത്രയ്ക്കും തപ്പേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച ഉടനെ അശ്വതി ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. ഉടനെ തന്നെ അമൃത ചോദിച്ചു, അത് ശരി, അതെ, സത്യത്തിൽ എനിക്ക് ശ്രീകുട്ടിയോട് തന്നെ ചോദിച്ചാൽ മതി സത്യം എനിക്ക് മനസ്സിലാക്കാൻ, പക്ഷെ ആ കുഞ്ഞിനോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്, പ്രത്യേകിച്ച് ആ കുട്ടിയുടെ അമ്മയെക്കുറിച്ച് തന്നെ ആ കുഞ്ഞിനോട് ചോദിച്ച് അതിന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്ന് അമൃത പറഞ്ഞത്. അമൃതയുടെ വാക്കുകൾ കേട്ട് അശ്വതി വല്ലാതെ ഞെട്ടി നിന്നു. ഈ സമയത്ത് അവിടേക്ക് അരുണെത്തി. അമൃതയെത്തി അവിടെ നിൽക്കുന്നത് കണ്ടത് അരുണിന് ആകെ ടെൻഷനായി. ദൈവമേ, അമൃത എടുത്തിയോ,
എന്തായിരിക്കും അമൃതയെടുത്ത് ഇവിടെ ഈ സമയത്ത് ഓഫീസിൽ വന്നത്? ഇനി അശ്വതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ? അഭിയെ ഒരു കാരണവശാലും എടുത്തി തിരിച്ചറിയരുത് എന്ന് ചിന്തിച്ച് അരുൺ വേഗം അരികിലേക്ക് എത്തി. ആ എടുത്തിയോ? എടുത്തി എന്താ ഈ വഴിയൊക്കെ എന്ന് ചോദിച്ചതും ഉടനെ അമൃത പറഞ്ഞു, ഒന്നുമില്ല, വെറുതെ ഓഫീസ് വരെ ഒന്ന് വരാമെന്ന് കരുതി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമൃത വിവരങ്ങൾ ചോദിച്ചു നിന്നപ്പോ, അല്ല ഇതാരാ ഈ പുതിയ ആള്, അറിയാവോ? അരുൺ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, ഇതിവിടുത്തെ പുതിയ സ്റ്റാഫാണെന്ന് തോന്നുന്നു എന്ന് അരുൺ മറുപടി നൽകിയതും ഉടനെ തന്നെ അരുണിന്റെ ആ മറുപടി കേട്ട് അമൃത ചോദിച്ചു, അല്ല പുതിയ സ്റ്റാഫാണെന്ന് തോന്നുന്നോ? അല്ലാതെ അരുണിന് അറിയില്ല, ഉറപ്പില്ല എന്നിങ്ങനെ അമൃതയെടുത്തി അന്വേഷിച്ചു. അപ്പോഴേക്കും വേഗം അശ്വതി ചാടി പറഞ്ഞു, അതെ ഞാൻ ഇവിടുത്തെ പുതിയ സ്റ്റാഫാ എന്ന് അശ്വതിയും മറുപടി നൽകി. ഉടനെ തന്നെ അമൃതയെടുത്തി എന്തൊക്കെയോ സംശയത്തോടെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അശ്വതി അമൃതയുടെ സംശയം ഇരട്ടിയാക്കാതിരിക്കാനായി ശ്രമിച്ചതും, അല്ല എവിടെയാ, ജാസ്മിന്റെ വീട് എവിടെയാ എന്ന് അശ്വതി മറുപടി പറയുന്നത് കേൾക്കാൻ അമൃത വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. ഉടനെ തന്നെ അശ്വതിയുടെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ എന്ത് മറുപടി പറയുന്നോർത്ത് അശ്വതി അരുണിനെ നോക്കിയതും അരുൺ വേഗം പറഞ്ഞു, അത് പിന്നെ എടുത്തി ഇവിടെ ഒരു റിലേറ്റീവിന്റെ അടുത്താ ഈ കുട്ടി താമസിച്ചിരുന്നത്, ഇപ്പോ നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസിലാണ് എന്ന് മറുപടി നൽകി. ഉടനെ തന്നെ അരുണിനോട് അമൃത ചോദിച്ചു, ഓഹോ അത് ശരി, അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചതും അരുൺ പറഞ്ഞു, അതെ നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസിലാ ഇപ്പൊ അഭി താമസിക്കുന്നത് എന്ന് പറഞ്ഞ് അഭി എന്നുള്ള ഒരു പേര് അങ്ങനെ അരുണിന്റെ നാവിൽ നിന്ന് വീഴുന്നു. അത് കേട്ടതോടെ ആകെ ടെൻഷനോടെ അശ്വതി അരുണിനെ നോക്കി. ഈ സമയത്ത് അമൃത ചോദിച്ചു, ജാസ്മിൻ അശ്വതിയോ അഭിയോ, അല്ല എന്താ ഇപ്പൊ അരുൺ പറഞ്ഞത് എന്ന് ചോദിച്ചതും ഉടനെ അരുൺ പറഞ്ഞു, അയ്യോ അത് പിന്നെ വേറൊന്നും അല്ല ഏട്ടത്തി, പെട്ടെന്ന് പേര് പറഞ്ഞപ്പോ ഈ ജാസ്മിൻ എന്നുള്ള പേര് നാവിൽ വന്നില്ല, പുതിയ സ്റ്റാഫാണല്ലോ, അപ്പോ അബദ്ധത്തിൽ അങ്ങനെ മാറി പേര് വിളിക്കേണ്ടി വന്നതാണ് എന്ന് അരുൺ പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരുങ്ങി. ആ സമയത്തിനുള്ളിൽ അമൃതയ്ക്ക് കാര്യങ്ങൾ ബോധ്യമായി. ഈ നിൽക്കുന്നത് അശ്വതി തന്നെയാണ് എന്ന് അമൃത തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ അമൃതയും അരുണുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഐശ്വര്യ കാണാനിടയായി. ഐശ്വര്യ വേഗം തന്നെ അവിടേക്ക് എത്തി. അമൃത എടുത്തി എന്താ ഓഫീസില് എന്ന് ചോദിച്ചതും അപ്പോഴേക്കും അമൃത പറഞ്ഞു, അല്ല ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് അറിയണല്ലോ, ഇത് എനിക്ക് കൂടി വരാൻ പറ്റുന്ന സ്ഥലമാണല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാമെന്ന് കരുതി ഓഫീസിൽ വന്നതാണ് എന്ന് അമൃതയെടുത്തി പറഞ്ഞതും പെട്ടെന്ന് ഐശ്വര്യ ആലോചിച്ചു, ദൈവമേ എന്റെ ഓഫീസിലുള്ള എന്റെ ഇപ്പോഴത്തെ വർക്കൊന്നും അത്ര ശരിയല്ല എന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓഫീസ് കാര്യങ്ങളിൽ അത്ര പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് അമൃതയെടുത്തിയെ ചെക്ക് ചെയ്യാനായിട്ട് അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതായിരിക്കും എന്ന് ഐശ്വര്യ ആലോചിച്ചു. ഉടനെ തന്നെ ഐശ്വര്യ പറഞ്ഞു, അയ്യോ അമൃതയെടുത്തി, ഇവിടെ ഈ ഓഫീസുകാരെന്ന് പറഞ്ഞാലേ ഭയങ്കര തലവേദന പിടിച്ച കാര്യമാണ്, അത് എനിക്കിപ്പോൾ മനസ്സിലായി, എന്തിനാ എടുത്തി വെറുതെ ഈ തലവേദന എടുത്ത് തലയിൽ വെക്കുന്നത്, ഒരു കാര്യം ചെയ്യും, ഞാൻ എന്തായാലും ഇതെന്റെ തലയിൽ ഏറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ ഈ തലവേദനയൊക്കെ സഹിച്ചോളാം, തൽക്കാലം എടുത്തിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വേഗം അമൃതയെ വിളിച്ചുകൊണ്ട് ഐശ്വര്യ തന്റെ ക്യാബിനരികിലേക്ക് ചെല്ലുന്നു. അവിടേക്ക് വന്നതും അമൃത പറഞ്ഞു, അതെ ഐശ്വര്യ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഐശ്വര്യ ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോ വേണ്ട എടുത്തിന് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് അമൃത ഐശ്വര്യ സംസാരിക്കാനേ അനുവദിക്കാതെ ഐശ്വര്യക്ക് സമയം കൊടുക്കാതെ വേഗം തന്നെ ഐശ്വര്യ തന്റെ കാർ ഡ്രൈവറെ വിളിച്ചു. വേഗം കാറുമായിട്ട് വരാനും ഏട്ടത്തിക്ക് അത്യാവശ്യമായി വീട്ടിലേക്ക് പോകേണ്ടതുണ്ടെന്നും അറിയിച്ചു. അങ്ങനെ അവിടെ നിന്ന് വേഗം തന്നെ അമൃതയെ പറഞ്ഞയക്കുമ്പോൾ അമൃത അവിടെ നിൽക്കുന്ന ജാസ്മിനെ നോക്കിയിട്ട് മനസ്സിൽ പറഞ്ഞു, ഇത് അശ്വതി തന്നെയാണെന്ന് ഞാൻ തെളിയിക്കും, അല്ല എങ്കിൽ അശ്വതിയാണെന്നുള്ള സത്യം എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് അരുണിന്റെയും ഐശ്വര്യയുടെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് അമൃത ആലോചിച്ചു. പിറ്റേന്ന് രാവിലെ റൂമിനരികിലേക്ക് അരുന്ധതി എത്തി. നേരം വളരെയേറെയായിട്ടും വിസ്മയ എഴുന്നേൽക്കാത്തത് കണ്ടത് വേഗം തന്നെ അരുന്ധതി റൂമിനരികിലേക്ക് എത്തി. മോളെ വിസ്മയ വിസ്മയ എന്ന് കുറെ തവണ വിളിക്കുന്നു. വിസ്മയ വിളി കേൾക്കാത്തത് കൊണ്ടും വാതിൽ തുറക്കാത്തതിനാലും ആകെ സംശയത്തോടെ അരുന്ധതി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഇത്രയും നേരമായാലോ, മോൾ എന്താ എഴുന്നേൽക്കാത്തത് എന്ന് ചോദിച്ച് അരികിലേക്ക് എത്തി വിസ്മയെ വിളിക്കുന്നു. വിസ്മയ നല്ല മയക്കത്തിലായതുകൊണ്ട് ഒന്ന് രണ്ട് തവണ കൂടി അരുന്ധതി വിസ്മയെ കുലുക്കി വിളിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് കണ്ണു തുറന്ന വിസ്മയ അരുന്ധതിയെ കുറെ നേരത്തേക്ക് രൂക്ഷമായിട്ട് നോക്കി. ഉടനെ അരുന്ധതി ചോദിച്ചു, മോളെ വിസ്മയെ നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ വിസ്മയ ചോദിച്ചു, ഞാനിത് എവിടെയാ, ഞാൻ ആരാ എന്ന് ചോദിച്ചതും മോളെ നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് അരുന്ധതി അന്വേഷിച്ചു. ഉടനെ വിസ്മയ ചോദിച്ചു, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ എന്റെ അടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചതും വിസ്മയോട് അരുന്ധതി പറഞ്ഞു, ഇനി മോളെ ഇത് ഞാനാ, നിന്റെ മമ്മി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓ മമ്മി എന്ന് പറഞ്ഞ് വേഗം വിസ്മയ പൊട്ടിച്ചിരിച്ചു. എന്താ കാര്യം എന്നറിയാതെ അരുന്ധതി നോക്കുമ്പോ വിസ്മയ വേഗം ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ഞാനാ പ്രശസ്തിയായ പാട്ടുകാരി, ഞാനാ
എനിക്കിതാ, ഞാനാണ് ഈ 75 ലക്ഷം നേടിയത്, എന്റേതാണ് ഈ ട്രോഫി, എനിക്കിതാ, ഞാൻ ജയിച്ചു, ഞാൻ ഈ ശ്യാമ, കണ്ണന്റെ പ്രിയപ്പെട്ട ശ്യാമ, ഈ ശ്യാമയാണ് ജയിച്ചത് എന്ന് പറഞ്ഞ് വിസ്മയ എന്തൊക്കെയോ പിച്ചും വിളിച്ചു പറയുന്നത് കണ്ട് അരുന്ധതിക്കാകെ ടെൻഷനായി. അരുന്ധതി, എടി മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്, ഇത് മമ്മിയാ എന്ന് പറഞ്ഞ് അരുന്ധതി വിസ്മയെ വിളിച്ചു. പെട്ടെന്ന് ആ സംസാരം നിർത്തിയിട്ട് വിസ്മയ അതിശയത്തോടെ അരുന്ധതിയെ നോക്കി. മമ്മി എന്ന് പെട്ടെന്ന് തന്റെ ആ ഒരു ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു സ്വഭാവം മാറി വേഗം ആ പഴയ വിസ്മയായി മാറുന്നു. വിസ്മയ വേഗം അരുന്ധതിയോട് ചോദിച്ചു, മമ്മി, ഞാനിത് എവിടെയാ, എനിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും അരുന്ധതി പറഞ്ഞു, പൊന്നുമോളെ, നിനക്കൊന്നും പറ്റിയില്ല, നീ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അരുന്ധതി വിസ്മയെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും വിസ്മയ പറഞ്ഞു, ഇനി ഞാൻ എന്തിനാ മമ്മി ജീവിച്ചിരിക്കുന്നത്, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, ഞാൻ മരിക്കാൻ പോവാ എന്ന് പറഞ്ഞ് ഞാൻ ഇനി ഇത്രയും നാളും നേടിയെടുത്ത എന്റെ പ്രശസ്തിയും പദവിയും എല്ലാം ഇല്ലാതായില്ലേ മമ്മി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് നേരെ ബെഡിലേക്ക് വീണ്ടും ബോധമറ്റ് വിസ്മയ വീഴുന്നു. ഉടനെ തന്നെ അരുന്ധതി അരികിലിരുന്ന ജഗ്ഗെടുത്ത് അതിലെ വെള്ളം വേഗം തന്നെ വിസ്മയുടെ മുഖത്ത് തളിച്ചു. വിസ്മയ എന്നിട്ടും ഉറങ്ങാതെ അബോധാവസ്ഥയിൽ 75 ലക്ഷം എന്റേതാ, 75 ലക്ഷം എനിക്കുള്ളതാ, ഞാനാ ജയിച്ചത് എന്ന് പറഞ്ഞ് ആ മയക്കത്തിൽ എന്തൊക്കെയോ വിസ്മയെ വിളിച്ചു പറയുന്നത് കേട്ടു. അതെല്ലാം കേട്ടതോടെ അരുന്ധതിക്കാകെ ടെൻഷനായി. വേഗം തന്നെ അരുന്ധതി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഐശ്വര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഐശ്വര്യ കോൾ എടുത്തിട്ട് അരുന്ധതിയോട് ചോദിച്ചു, അല്ല, അരുന്ധതിയും മകളും ജീവനോടെ തന്നെ ഉണ്ടല്ലോ അല്ലേ, നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചതും അരുന്ധതി പറഞ്ഞു, അല്ല ഐശ്വര്യ കളിയാക്കുകയാണോ എന്നെ? ഉടനെ ഐശ്വര്യ പറഞ്ഞു, അല്ല, ഇന്നലത്തെ നിങ്ങളുടെ ആ ഫ്ലോറിൽ നിന്നുള്ള അമ്മയുടെ മകളുടെ ഓട്ടം കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് ഐശ്വര്യ അറിയിച്ചു. ഉടനെ അരുന്ധതി പറഞ്ഞു, ഐശ്വര്യ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എന്ത് പ്രശ്നമുണ്ടായാലും നമ്മളെ സഹായിക്കാനും തരണം ചെയ്യാനും ഒപ്പം ആളുണ്ടാകുന്നത് വലിയ സന്തോഷം തന്നെയുള്ള കാര്യമല്ലേ എന്ന് അറിയിച്ചു. ഉടനെ തന്നെ അരുന്ധതിയോട് വേഗം ഐശ്വര്യ കാര്യം അന്വേഷിച്ചു. എന്താ കാര്യം, എന്തായാലും പറ അരുന്ധതി എന്ന് പറഞ്ഞതും അരുന്ധതി പറഞ്ഞു, വിസ്മയ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്, പിച്ചും പേയും ഒക്കെ, എനിക്കാണെ കണ്ടിട്ട് തന്നെ സങ്കടവും പേടിയുമാകുന്നു, അല്ലാത്ത ആദ്യം തോന്നുന്നു എന്നറിയിച്ചു. ഉടനെ ഐശ്വര്യ പറഞ്ഞു, അങ്ങനെ ഒരു പെരുമാറ്റോ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നലത്തെ ആ പ്രോഗ്രാമിന്റെ പ്രശ്നമായിരിക്കും, പേടിക്കണ്ട, എല്ലാം സാവധാനത്തിൽ മാറിക്കോളും, ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോ വിസ്മയ ആ പഴയ വിസ്മയായിരിക്കും എന്ന് ഐശ്വര്യ അറിയിച്ചു. അത് കേട്ടതും അരുന്ധതി പറഞ്ഞു, ഓഹോ, ഐശ്വര്യ പറഞ്ഞപ്പോഴാ അല്പം സമാധാനമായത്, എന്തായാലും ഇപ്പൊ ആശ്വാസമുണ്ട് എന്ന് അരുന്ധതി ഇതെല്ലാം പറയുന്നത് കേട്ട് വേഗം തന്നെ അരുന്ധതിയുടെ ഈ ആശങ്കയും എല്ലാം കേട്ട് ഐശ്വര്യ പറഞ്ഞു, അതെ, പേടിക്കണ്ട, ഇനിയിപ്പോ പെട്ടെന്നുള്ള ആ ഒരു മയക്കത്തിൽ ഇനിയൊരു പേടി തട്ടിയിട്ട് വല്ലതും സംഭവിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് ഐശ്വര്യ ഫോൺ വെച്ച് കഴിയുമ്പോൾ അരുന്ധതി സമാധാനിച്ചു. എന്തായാലും ഒരാളെങ്കിലും വിവരം അറിഞ്ഞല്ലോ, ഒരാളെങ്കിലും കൂടെ ഉണ്ടല്ലോ, ആശ്വാസം എന്ന് ആലോചിച്ച് അരുന്ധതി വേഗം വിസ്മയ്ക്ക് അരികിലേക്ക് പോയി. അപ്പോഴേക്കും ഫോൺ കട്ടാക്കിയതിനു ശേഷം ഐശ്വര്യ ആലോചിച്ചു, ദൈവമേ, വിസ്മയ്ക്ക് ഇനി എന്താ പറ്റിയിട്ടുണ്ടാവുക, അവൾക്ക് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായോ, പേടിച്ചിട്ട് അവളുടെ സമനില വല്ലതും തെറ്റിയിട്ടുണ്ടാകുമോ ദൈവമേ എന്നാലോചിച്ച് അവിടെ നിന്ന് ഐശ്വര്യയുടെയും മറ്റും കള്ളക്കളികളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടും ഇനി കൃത്യമായി അവിടെ അമൃതേടത്തിയുടെ വരവ് കൂടി തടയണമെന്നും മനസ്സിലാക്കി ഐശ്വര്യ അങ്ങനെ നിൽക്കുകയും ഉടനെ തന്നെ വിസ്മയം ഒന്ന് പോയി കാണണമെന്നും തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആനന്ദ നിലയത്തിലേക്ക് ശ്യാമ എത്തിയത്. വസുന്ധരയുടെയും അമൃതയുടെയും ആദിയുടെയും മുന്നിൽ വെച്ച് ശ്രീകുട്ടിയെ തന്റെ കൂടെ ഈ രാത്രിയിൽ ഒന്ന് പറഞ്ഞയക്കുമോ എന്ന് ശ്യാമ ചോദിക്കുന്നു. ഇത് എൻ്റെ മോൻ, എൻ്റെ അപ്പു, അവന് ഓപ്പറേഷൻ നടത്താൻ പോവുകയാണ്. അതിനു മുമ്പ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എല്ലാവരോടൊപ്പം ബീച്ചിലൊന്ന് പോയിരിക്കുക എന്നുള്ളത്. അതില് ശ്രീകുട്ടിയും കൂടെ കൂട്ടണമെന്ന് അവൻ പറഞ്ഞു എന്നറിയിച്ചു. അത് കേട്ടുകൊണ്ട് ഐശ്വര്യ അവിടേക്ക് എത്തി. നീ ഇപ്പോ വലിയ ആളായില്ലേ, അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നിങ്ങനെ ആജ്ഞാപിക്കാനൊക്കെയുള്ള ധൈര്യം വന്നത് എന്ന് ചോദിച്ചതും ഉടനെ അമൃതയെടുത്തി പറഞ്ഞു, ഐശ്വര്യ, നീ എന്തറിഞ്ഞിട്ടേ പറയുന്നത്, ശ്യാമയുടെ അനീജനില്ലേ അപ്പു, അവന് നാളെ ഹാർട്ടിന്റെ ഓപ്പറേഷനാണ് എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ നടത്തണം, അതിനിപ്പോ നമ്മുടെ അടുത്ത് എന്തിനാ വരുന്നത് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അമൃത പറഞ്ഞു, അതെ, അപ്പുവിന്റെ ആഗ്രഹം പറയാനാണ് ഇപ്പോ ഇവിടെ എത്തിയത്, അവന്റെ ആഗ്രഹമാണ് ശ്യാമ പറഞ്ഞത് എന്ന് ഐശ്വര്യയോട് അമൃതയെടുത്തി അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ഐശ്വര്യ പറഞ്ഞു, അതെ, വരുന്നവരും പോകുന്നവരും ഒക്കെ പറയുന്നതനുസരിച്ച് ഈ
ശ്രീകുട്ടിയെ പറഞ്ഞയക്കാനൊന്നും പറ്റില്ല എന്ന് ഐശ്വര്യ പറയുമ്പോൾ ഇത് കേട്ട് ആദിത്യൻ പറഞ്ഞു, എന്ന് പറഞ്ഞ് ഇതെല്ലാം തീരുമാനിക്കുന്ന നീയാണോ? നീയല്ലല്ലോ ഇവിടുത്തെ അവസാന വാക്ക് എന്ന് പറയുമ്പോൾ ഉടനെ ശ്രീകുട്ടി അമൃതയുടെയും മറ്റും ആഗ്രഹം തനിക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കിയതോടെ ആദിയുടെ അരികിലേക്ക് ചെന്നു. മുത്തശ്ശിയുടെ മടിയിലിരുന്നുകൊണ്ട് ചോദിച്ചു, എന്തായാലും ഞാൻ കൂടി പൊയ്ക്കോട്ടെ? എനിക്ക് അപ്പുചേട്ടനെ വലിയ ഇഷ്ടമാണ്. അപ്പുചേട്ടനും ഞാനും ഒത്തിരി കളിക്കാറുണ്ടായിരുന്നു. അപ്പുചേട്ടന്റെ കൂടെ എനിക്കും ആ ബീച്ചിലൊന്ന് പോയിരിക്കണം. ഞാനും പൊക്കോട്ടെ പ്ലീസ് മുത്തശ്ശി എന്ന് ശ്രീകുട്ടി അപ്പുവിന്റെ കൂടെ പോകുന്നതിന് പെർമിഷന് വേണ്ടി ശ്രീകുട്ടിയെ കേണ് അപേക്ഷിച്ചു. അവസാനം ശ്രീകുട്ടി പോകുന്നതിൽ ഒരു വിരോധവുമില്ല എന്ന്